നമസ്കാരം, എൻ്റെ പേര് ഭരതദാസ്. ഇൻസ്പിരേഷണൽ സ്റ്റോറി ബോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊത്ത് സംസാരിക്കുന്നത് ഒരു വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയുമായിട്ടാണ്. എയറോപ്ലെയിനിൽ യാത്ര ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല. ഇന്നൊരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് എളുപ്പമെത്തുവാൻ വേണ്ടി നമ്മൾ എയറോപ്ലെയിനിൽ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു. ഇത് സാധ്യമായത് കണ്ടുപിടിച്ചത് 1903 ഡിസംബർ മാസം 17 റൈറ്റ് ബ്രദേഴ്സ് എന്ന രണ്ട് സഹോദരന്മാരാണ്. ഒരാൾ ഉറിവെല്ലി എന്ന് പറയുന്ന ആൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഉടമസ്ഥനാണ്. രണ്ടാമത്തെ ആൾ വിൽബർ, അദ്ദേഹം ഒരു സൈക്കിൾ ഷോപ്പ് നടത്തുന്നവരാണ്. ഇവർ രണ്ടുപേരും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിച്ചില്ല. പക്ഷേ ഇവർ രണ്ടുപേരുടെയും കഴിവ് സംയോജിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ എയറോപ്ലെയിൻ ഉണ്ടാക്കിയത്. ഇതിലെ ഏറ്റവും വലിയ തമാശ, ഉറിവെല്ലിയുടെയും വിൽബറിൻ്റെയും അവരുടെ ഹൈസ്കൂൾ ഡിപ്ലോമ അവരുടെ 127ാമത്തെ ജന്മദിനത്തിൽ സ്കൂളിൽ നിന്നും അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ ജീവിച്ചിരുന്നുണ്ടായിരുന്നില്ല. എയറോപ്ലെയിൻ ആദ്യമായി പറപ്പിച്ചത് 1901 ഒരു ഫ്ലൈയിങ് മെഷീൻ എന്ന രീതിയിൽ അവർ ഈ മെഷീൻ പറപ്പിച്ച സമയത്ത് ജനങ്ങൾ അതിനെ അംഗീകരിച്ചില്ല. 17 ഫീറ്റ് നീളമുള്ള ഒരു ചിറകുമായി ആദ്യത്തെ പ്ലെയിൻ 1901 പറന്നു. 1902 വീണ്ടും 24 ഫീറ്റ് നീളത്തിൽ ആ പ്ലെയിൻ ഒന്നുകൂടി വിപുലീകരിച്ച് പറക്കുകയുണ്ടായി. 1902 32 ഫീറ്റ് നീളമുള്ള വിങ്ങുമായിട്ടാണ് അവർ പറന്നത്. 1903 4 കിലോമീറ്റർ അവർ പറപ്പിച്ച് വിജയക്കൊടി പാറിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നൊവേഷൻ കൊണ്ട് മാത്രമല്ല കാര്യം, അത് വിൽക്കാൻ പറ്റുകയും വേണം, മനുഷ്യർക്ക് ഉപയോഗമുള്ളതായിരിക്കണം. ഇന്നൊവേഷൻ ഈസ് ഈക്വൽ ടു ക്രിയേറ്റിവിറ്റി ഇൻ ടു മാർക്കറ്റബിലിറ്റി എന്നാണ് പറയുക. ഇവരുടെ വിമാനം ആദ്യം വാങ്ങുവാൻ ആരും ഉണ്ടായിരുന്നില്ല. US ആർമി പോലും, US നേവി പോലും, US എയർഫോഴ്സ് പോലും ഇത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് 1919 അവർ $1 ലക്ഷം ഇത് വിൽക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ആകാശ വിമാനത്തിന് പുറമെ റോക്കറ്റുകളും ജെറ്റുകളും ഉണ്ടായത് ആദ്യത്തെ ഈ ഇന്നൊവേഷന് ശേഷമാണ്. രണ്ടാമതായി ഈ ഇന്നൊവേഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻക്രിമെൻ്റൽ ഇന്നൊവേഷൻ എന്ന തത്വമാണ്. ഓരോ പ്രാവശ്യം അവർ കണ്ടുപിടിക്കുമ്പോഴും ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഇത് ഇന്ന് അപ്ലൈ ചെയ്യുന്നത് മൊബൈൽ രംഗത്താണ്. ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ പുതിയ മോഡലുകൾ വരുന്നു, ഓരോ ഇമ്പ്രൂവ്മെൻറ്റുമായി. റൈറ്റ് ബ്രദേഴ്സ് നമുക്ക് തരുന്ന പാഠങ്ങൾ ഇതാണ്. എത്രയോ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത അവർക്ക് മനുഷ്യവംശത്തിനു വേണ്ടി പറക്കുവാനുള്ളൊരു മിഷൻ ഉണ്ടാക്കണമെന്ന അവർ തീവ്രമായ ആഗ്രഹമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വിമാനയാത്രയ്ക്ക് സൗകര്യമൊരുക്കി തന്നിട്ടുള്ളത്. മറ്റൊരു ഇൻസ്പിരേഷനാണ് ഇവരുടെ ജീവിതമെന്ന് പറയുന്നത്. ഇവരുടെ ജീവിതം മുഴുവനും ഈ പ്ലെയിൻ യാത്രയ്ക്ക് വേണ്ടി, പ്ലെയിൻ പറക്കുവാനുള്ള മിഷന് വേണ്ടി, ഫ്ലൈയിങ് മിഷന് വേണ്ടി അവർ ഒഴിഞ്ഞു വയ്ക്കുകയാണ് ഉണ്ടായത്. ഈ രണ്ട് ഇൻസ്പിരേഷണൽ സ്റ്റോറി കൊണ്ട്, ഈ രണ്ടുപേരുടെയും ഇൻസ്പിരേഷണൽ സ്റ്റോറി കൊണ്ട് തന്നെ നമുക്ക് 2 പ്രധാനപ്പെട്ട പാഠങ്ങൾ അവർ പഠിപ്പിക്കുന്നു. ഒന്ന്, ഇന്നൊവേഷൻ ഈസ് ഈക്വൽ ടു ക്രിയേറ്റിവിറ്റി ഇൻ ടു മാർക്കറ്റബിലിറ്റി. 2, ഇൻക്രിമെൻ്റൽ ഇന്നൊവേഷൻ ദാറ്റ് വിൽ കം ടു ദ ഫൈനൽ ഡിസ്കവറി എന്നാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. Thank you for watching Inspirational Story Box. Next time we will see with more stories. Thank you.